ഈ ആഴ്ച 3 സെൻട്രൽ ബാങ്കുകളാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് 19-ന് ബാങ്ക് ഓഫ് ജപ്പാൻ, 20-ന് US ഫെഡറൽ റിസർവ്, അതുപോലെ തന്നെ 21-ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഈ 3 സെൻട്രൽ ബാങ്കുകളുടെയും ഡിസിഷൻസ് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിൽ പ്രധാനമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. ബാങ്ക് ഓഫ് ജപ്പാനിൽ നിന്ന് വരുന്ന മാത്രം ഇൻട്രസ്റ്റ് റേറ്റ് അവർ നെഗറ്റീവിലാണുള്ളത്. അത് എത്രമാത്രം കൂട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തത്. അതുപോലെ തന്നെ ഈൽഡ് കർവ്, അവരുടെ 10-year ബോണ്ട് ഈൽഡിന് മുകളിൽ എടുക്കുന്ന തീരുമാനം പ്രധാനപ്പെട്ടതാണ്. 20-ന് വരുന്ന US ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം. പവൽ എന്ത് കമൻട്രി ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം അവിടെ നിന്ന് വരുന്ന എക്കണോമിക് ഡാറ്റാസൊക്കെ മിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ കമൻട്രിയിൽ ഫോക്കസ് ചെയ്തിരിക്കും നമ്മുടെ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. 21-ന് വരുന്ന തീരുമാനം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടാണ്. അവിടെ ഓൾറെഡി എന്താണ് തീരുമാനം, റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പ്രസിഡന്റ്, അതായത് കാത്രീൻ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജൂൺ മുതൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് പോകുന്നത്. ഈ എല്ലാ ഡിസിഷൻസും